ഹലോ, എന്തൊക്കെയാ എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ നേരം പോലത്തെ പണിക്ക് പോകുന്ന സമയത്ത് ഞമ്മക്കൊരു കാഴ്ചപ്പാട് വേണം. ഇവിടേക്ക് ഏകദേശം എത്ര പണിക്കാർ വേണം, എന്തൊക്കെ പണിയെടുക്കണം, എവിടെയൊക്കെ പണി കൊടുക്കണം. ഞമ്മക്ക് ആദ്യം ഒരു കാഴ്ചപ്പാട് വേണം. ഞമ്മക്കൊരു കാഴ്ചപ്പാടില്ലാണ്ട് നമ്മൾ 10-15 ആളെ സൈറ്റ് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. വെറുതെ പമ്പരം കറങ്ങണ മാതിരി അവിടെ നിന്ന് കറങ്ങുള്ളൂ, ഒരു കാര്യമില്ലേ. ആദ്യം ഞമ്മക്ക് വേണ്ടി എന്താ അറിയും, ഞമ്മക്ക് റൂട്ട് ആദ്യം ക്ലിയർ ആയിരിക്കണം. ഞാൻ ഇന്ന് രാവിലെ തന്നെ പോയിട്ട് അവിടെ അങ്ങനെ ആക്കും, രണ്ടാൾ അവിടെ പണിയെടുക്കുക, രണ്ടാൾ ഇവിടെ പണിയെടുക്കുക. അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഞമ്മക്ക് വേണം. ആ ഒരു കാഴ്ചപ്പാട് ഉണ്ടെങ്കിൽ എത്ര ആളും സൈറ്റിൽ പണിക്ക് പോവാം, എല്ലാവർക്കും പണിയെടുക്കുകയും ചെയ്യാം. ആദ്യം നമുക്ക് ആ ഒരു കാഴ്ചപ്പാട് വേണം. ഇന്ന് രാവിലെ തന്നെ വന്ന് ഇങ്ങോട്ട് നമ്മൾ സൈഡ് സ്പാനൊക്കെ കയറ്റി ഷീറ്റൊക്കെ നിരത്തി. ഇത് 10-10:30 ചാടിക്കാൻ പോകുന്ന സമയമ്പോഴത്തേനും ഏകദേശം ഇത്രയൊക്കെ ഏരിയ നമ്മളടുത്ത് തീർത്ത്. ഇനി നമ്മളിവിടെ സ്പാൻ സെറ്റ് ചെയ്യുന്ന പണിയിലാണ്. ഇപ്പോൾ ഏകദേശം ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് കുറഞ്ഞ ഏരിയ. ഇനി ഇവിടെ സ്പാൻ ഈ ചെറിയ 2 റൂമിൽ സ്പാൻ വെക്കാണ്ട്. സ്പാൻ വെക്കാൻ കയറില്ല, കയറും ഇല്ല, വലിയ കോണിയില്ല. വലിയ കോണിയൊക്കെ ഉണ്ട് സുഖേനി, കയറും ഇല്ല. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ ആകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ഈ സപ്പോർട്ട് ഇങ്ങോട്ട് ഉണ്ടാവില്ല. ഫുള്ള് നമ്മൾ തന്നെ നോക്കേണ്ടി വരും. അതിന് പ്രശ്നം അതാണ്. വീട് പണിയൊക്കെ ആകുമ്പോൾ എപ്പോഴെങ്കിലും പറിക്കാറുണ്ട്, ഇത് ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഫുള്ള് സ്പാൻ സെറ്റ് ചെയ്യാണ്. സ്പാൻ ഇതാ ഇവിടുന്ന് ഒരു തലയുടെ പൊന്തിച്ച് വെക്കും. ഇതാ ബോസ്, ഒരു തലയുടെ പൊന്തി ചേച്ചി നമ്മളെ ഡ്രം കണ്ടോ, ഡ്രമ്മിൻ്റെ മുകളിൽ കയറി നമ്മൾ അടുത്ത അഭ്യാസം വരുന്നത്. അടുത്ത കളി ഡ്രമ്മിൻ്റെ മുകളിൽ നിന്ന്, ഡ്രമ്മിൻ്റെ മുകളിലായിട്ട് കയറിയിട്ടുണ്ട്. ആ പൊന്തിക്ക് വിടോ ബോസ്, വിടോ. ആ കണ്ടോ, മുകളിൽ വയസ്സിലൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് ഞാനവിടെ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കണോ. ഓക്കെ മാറടി, ചോദോ ഈ സാധനം കണ്ടോ, നേരെ മുകളിലത്തെ ആളെ കയ്യിലേക്ക് കൊടുത്താൽ വിഷയമായിട്ട് ലേശം നയിപ്പുണ്ടാവും. ഇതിപ്പോൾ 4 ആൾ മെനക്കണം, അതാ പ്രശ്നം. പക്ഷേ കയറ് കിട്ടാത്ത സ്ഥലത്ത് കൊണ്ടാണ് നമ്മളെന്താ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം. കയറുണ്ടെങ്കിൽ നമുക്ക് 3 ആൾ മതി. ഇനി കയറില്ലാത്തത് കൊണ്ടാണ് 4 ആളും ഒരേ ടൈമിന് ഒരേമായി പണിയെടുക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പണിയായിട്ട് കഴിഞ്ഞ് ഭയങ്കര വെയിലാണ്, ഭയങ്കര വെയിലാണ്. അപ്പോൾ വെയിൽ കൊണ്ട് കണ്ട് തല കറങ്ങുന്ന സൈസ് വെയിലാണ്. പിന്നെ ഇതിൻ്റെ ഒരു മെച്ചം എന്താ വെച്ചാൽ നമ്മൾ പണിൻ്റെ തിരക്കിൻ്റെ ഇടയിലും വെയിൽ അങ്ങനെ അറിയില്ല. പക്ഷേ ഇതിൻ്റെ അറിയൽ എപ്പോഴാണ് അറിയാം, ഇനിയിപ്പോൾ പണി ഇനി പുറേ പോയിട്ടില്ല, അതിൻ്റെ ക്ഷീണം അറിയാം. എവിടെയൊക്കെ വേദനയാണല്ലോ അടക്ക വേദന ആവും. ഒന്നാമത് ഇപ്പോഴത്തെ ടൈം റെഡി. രാവിലെ പണിക്ക് വരുന്ന സമയത്ത് മഞ്ഞുണ്ടാവും. പിന്നെ ഒരു 9 മണിയാകുമ്പോൾ ബമ്പം വെയിൽ. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ 5 മണി 6 മണി പിന്നെ മഴൻ്റെതും. അതുകൊണ്ട് അത് ഇങ്ങനെ ആവാനുള്ള കാരണം. ഓക്കെ, അൽഹംദുലില്ലാ. ഏതായാലും പഠിച്ചപ്പോൾ നമ്മൾ കൊയ്ക്കില്ല. ഇന്നും ഇപ്പോൾ നമ്മൾ പരിപാടി ദിവസം കഴിച്ച് ഇനി നാളത്തോടെ ദിവസം തട്ടിൻ്റെ പണിയായിട്ട് തീർക്കാം. പിന്നെ ഈ സ്റ്റെപ്പാണ് ബാക്കി ഉണ്ടാകുക. സ്റ്റെപ്പ് മറ്റന്നാളൊന്ന് സ്റ്റെപ്പ് കെട്ടിതാക്കിയാൽ ഏകദേശം ഈ ടെൻഷനായിട്ട് തീർന്ന്. ഓക്കെ, ഇതിൻ്റെ ഒരു ഏരിയ ഇപ്പോൾ നാട്ടെ മനസ്സിലാവുള്ളൂ. കണ്ടമാനുണ്ട്. 1200-250 സ്ക്വയർ ഫീറ്റോളം ഉണ്ട് ഇതിൻ്റെ ഏരിയ. പക്ഷെ സാധനങ്ങളും ഇത് നമ്മൾ പണിയൊക്കെ നേക്കിനടിക്കുകയാണെങ്കിൽ പണി അങ്ങനെ വൃത്തിയിൽ വേഗം തീരുട്ടോ. നമ്മൾ വന്ന് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുമ്പോഴാണ് പണി തീരേണ്ട കാര്യം. വെറും അഭിപ്രായം ആകുമ്പോഴേ ഈ അഭിപ്രായം തന്നെ സൈറ്റിൽ പറ്റില്ല. ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ അതങ്ങനെ പണിയായിട്ട് എടുത്തു പോകുമ്പോൾ അങ്ങനെ റൂട്ടിൽ അങ്ങനെ വൃത്തിയിൽ അങ്ങനെ പോകും. അതാണ് പണീൻ്റെ മിടുക്ക്.